അപ്പൊ ഇതാണ് മാമ്പഴച്ചേട്ടന്റെ രഹസ്യം. ചിത്രങ്ങളെ ടെക്നോളജി വഴി വെട്ടിയും ഒട്ടിച്ചുമാണ് ഈ ചന്ദ്രനണ്ണൻ എല്ലാവരെയും പൊട്ടന്മാരാക്കുന്നത്. എനിക്ക് ആദ്യമേ നിന്നെ സംശയം തോന്നിയിരുന്നു. നീ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. പിടിക്കൂ. എടോ എന്നെ അല്ലടോ, ദാ അവനെ. ഇനി നീ ഇതിന്റെ അകത്തുനിന്നും പുറത്തു കടക്കില്ല. ഞാൻ ചെന്ന് ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കാൻ നോക്കട്ടെ. മുകളിലുള്ളത് അമ്പിളി മാമൻ, പിന്നെ താഴെയുള്ളത് നിന്റെ മണ്ടം മാമൻ. അപ്പോൾ നിങ്ങൾ ചന്ദ്രനിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു? ഏയ് അതല്ല, അനന്തരവൻ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. അവൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരുന്നില്ല. ഇതെന്താ പുതിയൊരു തലവേദന? അനന്തരവൻ ഇതിനു മുമ്പേ പോയ ഫ്ലൈറ്റിൽ ചന്ദ്രനിലേക്ക് തിരിച്ചല്ലോ. കണ്ടില്ലേ, അവൻ കഴിച്ചുകൊണ്ടിരുന്ന ലോലിപോപ്പ് ഇവിടെ വെച്ച് മറന്നുപോയതാ. ഈ ലോലിപോപ്പിന്റെ അനന്തരവന്റെ തന്നെയാണല്ലോ. എന്നാ ശരി, നമുക്ക് പോവാ അല്ലേ? ഇതോ ആദ്യ പകുതി 50,000, ബാക്കി ചന്ദ്രനത്തിന് ശേഷം. നമ്മൾ ചന്ദ്രനിലെത്തിയോ മാവാ? ഇത്ര പെട്ടെന്നോ? എത്തിയിരിക്കുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ഭൂമി പോലെ തന്നെ ഉണ്ടല്ലോ. എന്റെ അനന്തരവനെ ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. എന്റെ ചേട്ടാ, ഈ ചന്ദ്രൻ എത്ര വലുതാണെന്ന് അറിയാമോ? എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാവും. വിഷമിക്കണ്ട, അവനിങ്ങ് വരും ചേട്ടാ. ഇതിന്റെ പാസ്വേഡ് എന്തായിരിക്കും? ചന്ദ്രൻ. ഹലോ, ഇത് ഞങ്ങളുടെ ഡോഗിയാണ്. അതിനെങ്ങ് തന്നേക്ക്. ഇവൻ നിങ്ങളുടെ ഡോഗിയായിരുന്നു? പക്ഷെ ഈ ഡോഗിയെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ടോമിയോ? ആ ടോമിയുടെ ഇരട്ടിയാ ജിമ്മി. ഞങ്ങളുടെ ജിമ്മിയാ ഞങ്ങളുടെ ഡോഗി. ഇതൊരു അത്ഭുതം തന്നെയാണല്ലോ. ശരിക്കും സെയിം ടു സെയിം ആണല്ലോ. ഇതെങ്ങനെ സംഭവിക്കും സാറേ? ഈ ലോകത്ത് എല്ലാവർക്കും ഇരട്ട സഹോദരങ്ങളുണ്ടാകും. എനിക്കുമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ വരും. ശരിയാ, എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ടാ പറഞ്ഞത്. ഇവൻ ടോമിയല്ല, ഈ ജിമ്മി ഡോഗി ഞങ്ങളുടെ സ്വന്തമാണ്. താങ്ക് യു. അയ്യോ, ആരെങ്കിലും എന്റെ ടോമിയെ കണ്ടോ? നിങ്ങളുടെ ടോമിയെ കണ്ടില്ല, പക്ഷേ അവന്റെ ഇരട്ട സഹോദരനായ ജിമ്മി ഇല്ലേ, അവൻ ഇപ്പോഴാ ഇവിടുന്ന് പോയത്. അവൻ ഇരട്ട സഹോദരങ്ങളൊന്നും ഇല്ലല്ലോ. അതെയോ? നിനക്കെല്ലാം കഷ്ടം വേണോ അല്ലേ? ആദ്യം നിന്റെ ലോക്ക് കഴിച്ചെടുക്കട്ടെ. അയ്യോ ചേട്ടാ, ഇത് മുത്തശ്ശിയുടെ പ്രോപ്പർട്ടിയുടെ കാർഡാണോ അതോ ബോഡി കാർഡോ? എല്ലാരും കഴിച്ചോളൂട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷം പങ്കുവെക്ക്. നല്ല ചൂടുള്ള സമൂസ എത്തി. ഞാൻ പറയുന്നത് കേൾക്ക. ഞാനൊരു ബോഡി ഗാർഡാണ്. എന്റെ ഡ്യൂട്ടി ഒഴികെ എനിക്ക് വേറൊന്നും കേൾക്കാൻ വേണ്ട, കാണാൻ വേണ്ട. നിനക്ക് പ്രയോജനമുള്ള കാര്യമാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. എന്നോട് ഒരു സഹതാപം കാണിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക്. താനെങ്ങനെ ബോഡി കാണാവുന്നത്? അതിന് തനിക്ക് എന്ത് സ്പെഷ്യാലിറ്റിയാ ഉള്ളത്? എന്തുട്ടെന്ന്? എനിക്കൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. മറ്റുള്ളവരെ കഴിപ്പിക്കാനാണ് എനിക്കിഷ്ടം. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്കിപ്പൊ തന്നെ എന്റെ ഡോഗിയെ വേണം. എന്റെ അനന്തരവാ, ഇവരുടെ ഡോഗി ആരോ കിഡ്നാപ്പ് ചെയ്തു. ഇയാളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. സത്യത്തിൽ ദിവസവും രാവിലെ 16 ബദാം വെള്ളത്തിൽ കുതിർത്ത് കഴിക്കേണ്ടി വരും. അങ്ങനെ ബുദ്ധിക്ക് ഉണർവുണ്ടാവും. മുത്തശ്ശി, ഡോഗി ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിരുന്നെങ്കിൽ പണം ചോദിച്ചുള്ള കോള് വന്നേനെ. കിഡ്നാപ്പേഴ്സിന് വേണ്ടത് ഡോഗി ആയിരിക്കില്ല, അവന്റെ കഴുത്തിലുള്ള ലോക്കറ്റ് ആയിരിക്കും. എന്റെ ഡോഗി അതിലൊന്ന് തൊടാൻ പോലും അനുവദിക്കില്ല. മിസ്സിംഗ് കേസ് റിപ്പോർട്ടിംഗ് സാറേ. എന്നെ പോലെ ഒരു ബോഡി ഗാർഡിന് ആവശ്യമാണല്ലോ നിങ്ങൾക്ക്. ഞങ്ങൾക്കിപ്പോ ഒരു ബോഡി ഗാർഡിനെ അല്ല വേണ്ടത്, ഒരു റിപ്പോർട്ടറിനെയാ. നീ എന്താ പറഞ്ഞു വരുന്നത്? അമ്മാവ, ഞാനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ ടോമിക്ക് ജിലേബി ആണല്ലോ ഇഷ്ടം. എങ്കിലും നിങ്ങൾ ടിവിയിൽ പറയേണ്ടത് കഴിഞ്ഞുപോയ സമോസയാന്നാ. എന്റെ ടോമി മറ്റു ഡോഗ്സിനെ പോലെ ഡോഗ് ഫുഡ് ഒന്നും കഴിക്കില്ല.
വൈകിട്ടേട്ടന്റെ കടയിലെ കഴിഞ്ഞ സമോസയാവന് ഇഷ്ടം. അതല്ലാതെ അവൻ മറ്റൊന്നും കഴിക്കില്ല. ആ കിഡ്നാപ്പേഴ്സിന്റെ വീട്ടിൽ എന്റെ ഡോഗ് വിശന്നിരിക്കുന്നുണ്ടാകും. എന്റെ ചേട്ടാ, അപ്പൊ അതാണ് കാര്യം. ആ ഡോഗിയെ വശീകരിക്കണമെങ്കിൽ ആ ബൈജു ബാവറയുടെ കടയിലേക്ക് നമ്മൾ പോയേ പറ്റൂ. എന്താ ഒരു പ്രത്യേക മണം? അത് കൊള്ളാം. ഈ ഗുസ്തിക്കാരന്റെ ദേഹത്തുനിന്ന് മുല്ലപ്പൂവിന്റെ എണ്ണയുടെ മണമാണ് വരുന്നത്. ഇന്നത്തെ വിജയിയായിരിക്കുന്നത് സുൽത്താൻ. ഇനി നാളത്തെ ഫൈനൽ മാച്ചിനും ഗുസ്തിക്കാരൻ സുൽത്താനായിരിക്കും കളിക്കുക. ഫയൽവാൻ ശക്തിലാലായിരിക്കും എതിരാളി. അനന്തരവ നീ ടൈം ഒന്ന് നോക്ക്. ബല്ലാ സാറിന് ട്രെയിൻ വന്നിട്ടുണ്ടാവും. നീ വേഗം വാ മോനെ. ഈ അമ്മാവനെ അനന്തരവനെ കാണാനില്ലല്ലോ. യൂസ്ലെസ്, ഒരു പ്രയോജനവുമില്ലാത്തവർ. ഈ പോയിരിച്ച സ്യൂട്ട് കേസ് ഇനി ഞാൻ തന്നെ ചുമക്കേണ്ടി വരുമല്ലോ. ഐഡിയ. മാറിക്കോ, എന്നെ വഴിന്ന് മാറിക്കോ. മര്യാദയ്ക്ക് മാറി നിൽക്കാൻ. ക്ഷമിക്കണ സഹോദരി, ഒരല്പം ധൃതിയുള്ളത് കൊണ്ടാണ്. വഴിന്ന് മാറിക്കോ. അതെ സാറ്, എങ്ങോട്ട് പോകേണ്ടത്? അതെനിക്കറിയാം. താൻ ചെല്ല്. കേട്ടല്ലോ, തനിക്ക് വാടക തരാൻ വേണ്ടി ഞാൻ വല്ല മണി പ്ലാന്റ് വളർത്തുകയാണോ? പണം അങ്ങനെ മരത്തിൽ കായ്ക്കുന്നൊന്നും അല്ല. കള്ളൻ. എന്റെ സ്യൂട്ട് കേസ് കള്ളം കൊണ്ടുപോയ ആരെങ്കിലും ചെന്ന് അവനെ പിടിക്കൂ. നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? ഒരു കള്ളന്റെ സ്യൂട്ട് കേസ് തട്ടിക്കൊണ്ട് പോയി. അയ്യോ, അതിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ ബല്ല സാറേ? പിന്നെ ഇല്ലാതിരിക്കുമോ? 10 വർഷങ്ങളായി സൂക്ഷിച്ചു വെച്ചിരുന്ന എന്റെ വസ്ത്രങ്ങളായിരുന്നു അതല്ലേ. എന്റെ മുതല് പോയേ, എന്റെ ജീവിതം തന്നെ തകർന്നേ. അപ്പ സൂട്ട് കേസിന് നല്ല ഭാരം ഉണ്ടാവല്ലോ. എന്നിട്ടും കള്ളൻ അതുമായിട്ട് കടന്നു കളഞ്ഞോ? ഓ, കള്ളൻ ശരിക്കും ഒരു കുസ്തിക്കാരനെ പോലെ ഉണ്ടായിരുന്നു അനന്തരവോ. ഞാൻ അവനെ പിടികൂടുകയും ചെയ്തതാ, പക്ഷെ അവൻ രക്ഷപ്പെട്ടു പോയി. ഇനി എന്ത് ചെയ്യാനാ സാർ? എഴുന്നേറ്റ് വരൂ. ഓ അയ്യോ, എന്തായാലും എന്റെ കൈ വഴുതി പോകുന്നു. അതിനെന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കയ്യില് എണ്ണയുണ്ട്. അങ്കിളിന്റെ കൈകളിൽ എന്നെ പുരണ്ടിട്ടുണ്ടല്ലോ. ആ കള്ളന്റെ കയ്യിൽ എണ്ണ പുരട്ടിയിരുന്നു. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോയത്. മുല്ലപ്പൂ മണമുള്ള എണ്ണയാണല്ലോ. ഗുസ്തി മത്സരത്തിന് മുൻപ് ഫയൽവാൻ പുരട്ടാറുള്ളതാ. എണ്ണ എന്തിനാ വേസ്റ്റ് ആക്കുന്നത്? അത് തലയിൽ പുരട്ടിയാൽ നല്ലതല്ലേ? നല്ല മസിൽ പവറുള്ള കള്ളൻ. പിന്നെ ഈ എണ്ണയുടെ ഗന്ധം. ഈ കള്ളനാ ഗുസ്തിക്കാരൻ ഫയൽവാൻ തന്നെ ആയിരിക്കോ? നിനക്ക് രക്ഷപ്പെടാനാവില്ല എണ്ണ പുരട്ടും കള്ള. ഞങ്ങൾ തീർച്ചയായും നിന്നെ പിടിച്ചിരിക്കും. അമ്മാവാ, കാണാൻ നല്ല സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. എന്റെ അനന്തരവാ, നിന്റെ കാര്യം അങ്ങനെ തന്നെയാ കേട്ടോ. ശരി, വരൂ നമുക്ക് മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. കള്ളനെ കൈ കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കണം. എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇരിപ്പുണ്ട്. ഞാൻ ഏറ്റവും പോലീസ് മാഡം. അമേരിക്കയിലെ സൂട്ട് കേസ് എത്ര വലുതാണല്ലേ. ഭയങ്കര ഭാരമായതിന്. അമ്മാവാ, കൺട്രോൾ. നിങ്ങൾ ഓവർ ആക്ടിംഗ് ആണല്ലോ. ഓവർ ആക്ടിംഗ് ചെയ്താലേ ആ കള്ളൻ വേഗം ഇങ്ങോട്ട് വരൂ. എങ്കിലേ നമുക്ക് അവനെ പിടിക്കാൻ കഴിയൂ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിമിക്രി ബായുടെ ഗുസ്തി മാച്ച് കാണാൻ വേണ്ടി പോകാനായിട്ട്. കള്ളൻ, കള്ളൻ, ഐ മീൻ തീഫ്, തീഫ്. എടാ തേങ്ങാ കൊല ഒലക്കേടെ മൂട് മുഖമൂടി നിക്കടാ അവിടെ. എടാ കൊച്ചന്താ. എടാ കൊച്ചേർക്ക, എന്തെങ്കിലും
കോജിയാങ്ങലിന്റെ സ്പെഷ്യൽ സ്റ്റോറിയം പൗഡർ. ഞാൻ എന്റെ പുതിയ സോഫയിൽ തന്നെ ഇരിക്കാൻ പോവാ. അയ്യോ, എന്റെ നാള് പൊടിഞ്ഞേ. അമ്മാവ വേഗം എന്റെ ദേഹത്തുനിന്ന് സോഫ എടുത്ത് മാറ്റണം. ഹലോ, നിങ്ങളുടെ സോഫ ഒരു ദിവസം കൊണ്ട് തന്നെ കേടുവന്നല്ലോ. അതെ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ബല്ല സാറേ. ഇപ്പൊ തന്നെ വേറൊരു സോഫ എടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരാം. ഓ എടോ, വേഗം ഒന്ന് പറയൂ, നിങ്ങൾ എന്തൊക്കെയാ മോഷ്ടിച്ചോണ്ട് വന്നത്? നിങ്ങൾ എന്തിനാ ഈ ആക്രി സാധനമൊക്കെ എടുത്തോണ്ട് വന്നിരിക്കുന്നത്? വല്ലയുടെ ഓഫീസിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ല ചേട്ടാ, ഈ ആക്രികൾ മാത്രമേ ഉള്ളൂ. സാധനങ്ങൾ തിരഞ്ഞു തിരഞ്ഞ് ഞങ്ങളുടെ അസ്ഥികളൊക്കെ ഒടിഞ്ഞൊരു പരുവമായിരിക്കുക ചേട്ടാ. അയ്യോ, എന്റെ ഈശ്വര, എല്ലാം പോയല്ലോ ദൈവമേ, എന്റെ ജീവിതം പോയേ. ഒലക്കയുടെ മൂട് ഇങ്ങനെ കരയാതെ എന്താ സംഭവിച്ചെന്ന് പറ. ഞാനെല്ലാം പറയാം മാഡം. ഇന്നലെ വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ന് നോക്കുമ്പോഴാ പെട്ടിയിലുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും എല്ലാം അപ്രത്യക്ഷമായത്. ഹലോ അമ്മാവ, എന്റെ അലമാരയിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ കള്ളന്മാർ മോഷ്ടിച്ചോണ്ട് പോയിരിക്കുന്നു. എന്റെ സാറേ, ടെൻഷൻ നോട്ട്. ഞങ്ങളുണ്ടല്ലോ. ഈ അമ്മാവനും അനന്തരവനും ഉള്ളപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ലെന്ന് അറിഞ്ഞോ? നമ്മുടെ ബല്ലാ സാറിന്റെ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ടത്രേ. എന്താ ഞാൻ ഈ കേക്കണത്? ഭല്ലയുടെ വീട്ടിൽ മോഷണോ? ശർമാങ്കൾ, നിങ്ങളുടെ വീട്ടിൽ ഇന്നലെ ആരൊക്കെയാ വന്നത്? അലക്കുകാരൻ, പാൽക്കാരൻ, പിന്നെ വന്നത് ചങ്കാച്ചങ്ക് ഫർണിച്ചർ കടക്കാരും. ഫർണിച്ചർ കടക്കാർ എന്തിനാ വന്നത്? അത് ഞങ്ങൾ ഇന്നലെ അവരുടെ കടയിൽ നിന്ന് ഒരു അലമാര വാങ്ങിയിരുന്നു. പക്ഷേ അത് ഡിഫക്റ്റീവ് പീസായിരുന്നു. പിന്നെ കടക്കാരൻ മറുത്തൊന്നും ചോദിക്കാതെ ആ അലമാര തിരികെ കൊണ്ടുപോയി. പകരം പുതിയൊരെണ്ണം തരികയും ചെയ്തു. ബല്ലാ സാറിന്റെ സോഫയും ഡിഫക്റ്റീവ് ആയിരുന്നല്ലോ. പിന്നീട് ആ ചങ്കാച്ചങ്ക് ഫർണിച്ചർ കടക്കാർ അത് ചേഞ്ച് ചെയ്ത് തരാൻ മടിച്ചില്ല. അവര് നല്ല ആൾക്കാരായിട്ടാ തോന്നിയത്. നല്ലവരല്ല അമ്മാവ, മോശമാണ്. ബെല്ലാങ്കൾ സോഫ വാങ്ങിയ ശർമാങ്കൾ അലമാരയും രണ്ടും ഒരേ കടയിൽ നിന്നായിരുന്നു. ഡിഫക്റ്റീവ് പീസ് ആണെന്ന് പറയുന്നു. കടക്കാരൻ രണ്ടുപേരുടെ ഫർണിച്ചറും മാറ്റി തരുന്നു. രണ്ടു വീട്ടിലും മോഷണം നടക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? അയ്യോ, ഈ ഒരു കാര്യം ഞാൻ ചിന്തിച്ചത് പോലുമില്ല. പറഞ്ഞു വരുമ്പോൾ ചങ്കാചങ്ക് ഫർണിച്ചർ കടക്കാർ തന്നെയാണ് മോഷ്ടാക്കൾ. ഇത് കൊള്ളാം അനന്തരവാ, നിന്റെ ബുദ്ധി അപാരം തന്നെ. ഇനി എന്തിനെ വെച്ച് താമസിക്കുന്ന കൊച്ചേർക്ക, വന്നേ നമുക്ക് ആ കള്ളനെ പിടികൂടാം. അരുത് പോലീസ് മാഡം, ഇപ്പോഴല്ല. അവരെ നമ്മളെ പിടികൂടും, പക്ഷെ അത് തൊണ്ടി സഹിതമാകണം. ഇത് നോക്കൂ, നിങ്ങൾ ഓർഡർ ചെയ്ത ടേബിൾ കൊണ്ടുവന്നിട്ടുണ്ട് മിമിക്രി ചേട്ടാ. ഈ ടേബിളിന് വേറെ ഡിഫക്റ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേറ്റ് ഇതിലേക്ക് വീശെറിഞ്ഞ നേരെ ആ കന്നസാറിന്റെ പാടത്തി ഒന്ന് വീഴും. ഡിഫക്റ്റ്, ഇതിലൊരു അല്പം ഡിഫക്റ്റ് എങ്ങാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഫർണിച്ചർ ഉടൻ തന്നെ ഫ്രീ ആയി തരുന്നതാണ്. എങ്കിൽ ശരി, ഇതെടുത്ത് അകത്തേക്ക് വെച്ചേക്ക്.